അതല്ല ഇവളിപ്പോ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന്. ഈ ജാഫർ എന്നെ കലാഭവൻ മണിക്ക് കൊണ്ട് കൂട്ടി കൊടുത്തു. എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതില്ലയോ? ഞങ്ങൾ രണ്ടുപേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ മാസ്റ്റുർബേറ്റ് ചെയ്തു തുടങ്ങി. ചേച്ചി ഇങ്ങനെ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ്. ഇതാണ് ചോദിക്കുന്നത്. മനുഷ്യനായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. നമുക്ക് മുറി പോയി സംസാരിക്കാം. അവിടെ പോയത് ആരെ കാര്യം പറയും. അയലത്തുകാരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. അവർക്ക് തോന്നുന്നു റൂമിൽ ഈ ജാഫർ ഇടയ്ക്ക് വന്നിട്ട് മോശമായ രീതിയിൽ എന്നെടുത്ത് ഇടപെട്ടു. ആരാ ഇത്? പിന്നെ കലാഭവൻ മണി അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഞാൻ അതേപോലെ പറയുന്നില്ല. സാറിന് ഐശ്വര്യം വരാൻ പോവുകയാണ്. സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ്. അതെ അതെ. പിന്നെ പല നെക്സ്റ്റ് സിനിമയിലൊക്കെ വിളിച്ചപ്പോഴും ജയസൂര്യൊക്കെ പറഞ്ഞ നിഷേധിച്ചു. വെള്ളം കുടിക്കുമോനെ, കുടിക്കുമോനെ, വെള്ളം കുടിക്കേ. ആ പെണ്ണുമ്പിള്ളനെ പിണക്കുണ്ടായിരുന്നു ഷാജേട്ടാ. പിന്നെ ജഗതി ചേട്ടൻ ഭയങ്കര ഡീസൻ്റാ കേട്ടോ. നല്ല ഡീസൻ്റാ. അപ്പൊ ജയസൂര്യയുടെ കാര്യം വീണ്ടും എടുത്തു ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ പറയാറുണ്ട് മലയാളികൾ ഭയങ്കര ലൈംഗിക താല്പര്യമുള്ളവരാണെന്ന് പറയാറുണ്ട്. അടിച്ച് മൂന്നാം പൊടിച്ചാൽ നായിച്ചവൻ ഞാൻ പാവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവിടെ വെച്ച് എനിക്ക് റൂം ഉണ്ടായിരുന്നു. അവിടെ റൂമിൽ ഈ ജാഫർ ഇടയ്ക്ക് വന്നിട്ട് മോശമായ രീതിയിൽ എന്നെടുത്ത് ഇടപെട്ടു. പരിശുദ്ധ ദൈവമാതാവേ, ഈ അറുവാണിക്കും ഇവളുടെ കുതിരക്കാരനും നീ കൊടുത്തേക്കണം എന്റെ മാതാവേ. ഞാൻ പോകുന്നു. ബൈ ബൈ.